പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഒരനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നോക്കിയേ, ഇന്നലെ തിങ്കളാഴ്ച ശരിക്കും ഇന്ന് കർത്താവെ നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ശരിക്കും കുറേ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നപ്പോൾ തന്നെ അത്ഭുതകരമായ വിധത്തിലൊരു ആനന്ദം ഇപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ? അതാണ് സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കുറേ പാർട്ടി നടത്തിയോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഫോൺ ചെയ്ത് ആർമാദിക്കുകയല്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നൽകപ്പെട്ട അനുഗ്രഹത്തിന് ഓർത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയൊരു കൃപ നമ്മളിൽ ചൊരിയും. അപ്പോൾ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാതെ നമ്മൾ ചുമ്മാ അങ്ങനെ അവരവരൊക്കെ ഫോൺ ചെയ്തു അതൊക്കെ ചെയ്തു, അതൊരു ശരിക്കും സിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം നൽകിയ ഒരു കൃപ നമുക്ക് നൽകി കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം, അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, ദൈവം ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകിയാൽ എൻ്റെ വിവാഹം നന്നായിട്ട് നടത്തി, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജോലി കിട്ടി, അപ്പോൾ കുറേ വാട്സപ്പും ഫോണൊക്കെ ചെയ്യാതെ എന്നിട്ട് കുറേ സ്റ്റാറ്റസ് ഇടാതെ അതൊക്കെ ചെയ്തോ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അത്രമാത്രം നമ്മുടെ ജീവിതം ആനന്ദദായകമാകും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാനന്ദം, ആ ആനന്ദമാണ് നിങ്ങളിപ്പോൾ അച്ഛനിൽ കാണുന്നത്. ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ 4 ദിവസം അല്ലേ, ഞായറാഴ്ച വരെ തീയായിട്ട് കർത്താവ് ശുശ്രൂഷകൾ ഉയർത്തി, അതിനെ പ്രതിയാണ് നന്ദി പറഞ്ഞു. പിന്നെ വരുന്ന വ്യാഴാഴ്ച ശുശ്രൂഷയിൽ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈവനിങ്ങിൽ നമ്മുടെ കുട്ടികളുടെ ധ്യാനമാണ്. നന്നായി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ശക്തമായിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ പ്രവചനത്തിലെ 2:11. അവിടെ വലിയൊരു സത്യമാണ് പറയുന്നത്. അവിടെ വചനം വെളിപ്പെടുത്താണ്, ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ എന്നൊരു പറയുകയാണ്. അവ വ്യാജ ദേവന്മാരായിരുന്നെങ്കിൽ തന്നെ, അവർ വ്യാജന്മാരായിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും ചിലത് മാറിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഇസ്രായേലിൻ്റെ കർത്താവ് ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. വ്യർത്ഥതയ്ക്ക് വേണ്ടി, ഒരു 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 ചെറിയൊരു നേട്ടത്തിന് വേണ്ടി, പ്രിയ സഹോദരങ്ങളെ, ദൈവമായ കർത്താവിനെ, ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? യേശുവിനെ ഉപേക്ഷിച്ച് ലോകപ്രകാരം പോയ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശുവിലേക്ക് കർത്താവ് വളരെ പ്രത്യേകമായി, പ്രിയ ദൈവ പൈതലെ, നിന്നെ ക്ഷണിക്കുന്നുണ്ട്. ഈശോയുടെ ക്ഷണം സ്വീകരിച്ച് നീ അഭിഷേകം പ്രാപിക്കണോ? ഈശോയെ വെടിഞ്ഞ് നിൻ്റെ കുടുംബം നീ ദുരിതത്തിലാഴ്ത്തണോ എന്ന് നീ തീരുമാനിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിലേക്കുള്ള ക്ഷണം നമ്മൾ നിരസിക്കരുത് കേട്ടോ. കർത്താവിലേക്കുള്ള ക്ഷണം, അത് നമ്മളെത്ര ചെളിക്കുണ്ടിലാണെങ്കിലും ഈശോ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ അവസ്ഥയ്ക്ക് ഈശോയ്ക്ക് അറിയാം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്തെന്ന് പറയും, കടക്ക് പുറത്ത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശു അങ്ങനെയല്ല. യേശുവിനോട് നമ്മൾ ഇതെല്ലാം തുറന്നു പറഞ്ഞ്, സാരമില്ല കുഞ്ഞെ, നീ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഈശോ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിനം വലിയൊരു അഭിഷേകത്തിൻ്റെ ദിനമായി മാറട്ടെ കേട്ടോ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.